ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഈ ചെക്കനെ എപ്പോ ക്യാമറ ഓൺ ആക്കിയാലും ഇതാ എക്സ്പ്രഷൻ. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അവിടെയുള്ള വഴി. ചെറിയൊരു വഴിയാണ് കേട്ടോ. ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ വീടാണ്. ഞങ്ങൾ കറങ്ങാൻ പോവാ. ബീച്ചില് പോവാ. ഓക്കേ. ശരിക്കും മോമനപ്പുഴ ബീച്ചിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ആഗ്രഹം. തേട്ടൻ കടയിലേക്ക് പോയിട്ടുണ്ട്. തേട്ടൻ കടയിലേക്ക് കയറിയിട്ടുണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാനായിട്ട്. സമയം ഒരു 10:45 നമുക്ക് ബീച്ചിൽ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് പോകുന്നത്. ഒരു മധുരമ്മയ്ക്ക് ദേ 11 മണിയായിട്ട് ഇപ്പോഴും കടയിലൊക്കെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിട്ടോ. ഈ ഒരു ലൊക്കേഷൻ നമ്മളിതിന് മുന്നേ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് ഇവിടേക്ക് വന്ന് കയറി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ മൈൻഡൊക്കെ ഓക്കെയാവും. ഇവിടെ ഓൾറെഡി വേറെ നമ്മുടെ ഇവിടെ അടുത്തുള്ള റിസോർട്ടിലെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് കടലൊന്നും കാണാൻ പറ്റൂല. പക്ഷെ എന്നാലും ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കാം. നല്ല രസം ഇവിടെ ഇരിക്കാൻ. കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ശരിക്കും എന്താല്ലേ നല്ല രസമുണ്ട് ഇങ്ങനെ വന്നിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. അമ്മയ്ക്ക് ഐസ്ക്രീം തന്നില്ലല്ലോ. തരുമോ? ഇച്ചിരി തരുമോ? അതെ, സൂപ്പർ. ഒരു തരുമോ? ഏയ് ദേവിക്കൂട്ട ഐസ്ക്രീം തീർന്നതിന്റെ വിഷമത്തിൽ നിൽക്കുക. അതിലില്ല കൂട്ടാ, ഇല്ല. നമ്മളെ വേസ്റ്റ് കളയാൻ വേണ്ടിയല്ലേ എടുത്ത് വെച്ചത്. ഉണ്ടോ അതില്? അയ്യേ ഇല്ല, തീർന്നു പോയി. അച്ഛൻ ഉറങ്ങിപ്പോയോ? അങ്ങനെ തിരിച്ചു പോവുകയാണ് ഗൈസ്. ധ്രുവക്കുട്ടിന് ഒരുപാട് നേരം ഈ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. രാത്രിയും കൂടെ അല്ലേ. അതുകൊണ്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെ ഒന്നും സ്പെൻഡ് ചെയ്തത്ര മതിയൊന്നും ആയില്ല. പക്ഷെ എന്നാലും പോവാതിരിക്കാൻ വൈകിയപ്പോൾ ഇപ്പം തന്നെ സമയം 11:30 ആയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പയ്യെ ഇറങ്ങാണ്. ാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. ഇത്
4th സ്റ്റാൻഡേർഡ് വരെ ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഇതാണ് ദേ ഞങ്ങളുടെ ഇടവക പള്ളി, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച്. ഇനി നമ്മൾ എവിടെയാ ധ്രുവക്കുട്ട പോകുന്നേ? ആലപ്പുഴ പോകുന്നുണ്ട്. ആലപ്പുഴ പോകുമോ നമ്മള്? നമുക്ക് ഇപ്പൊ ഇനി പൂങ്കാവ് അല്ല തുമ്പോളി പള്ളിയിൽ പോവാം. ഓക്കെ ഓക്കെ പറഞ്ഞേ. ഓക്കെ കിളി കിളി തുമ്പോളി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഏട്ടനാണ് ഇപ്പൊ എന്നെ കറക്റ്റ് ചെയ്ത് തരുന്നത്. ചെറുക്കനോടെ പണി ചെയ്യുന്ന സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ഇവിടെ ഭയങ്കര ബിസിയിലുള്ള പണിയാണ്. ധ്രുവി അമ്പായി പള്ളി എത്തി, വാ എനിക്ക്. ഞാനിവിടെ വരാനല്ല ഉദ്ദേശിച്ചത്, അവിടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനാ. അവിടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഇത്രയും വരാനല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു. ഒരു നല്ല രസമല്ലേ ഈ പള്ളിയുടെ ഫ്രണ്ടില് ഈ വ്യൂ കാണാനായിട്ട്? അല്ലേ ഏട്ടാ? അല്ല ഏട്ടാ? ഇവിടെ അല്ല ഏട്ടാ, അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. പട്ടിയൊക്കെ കിടക്കുന്നു, എനിക്ക് പേടിയാണ്. ഇതാണ് പൂങ്കാവ് പള്ളി, അല്ല ശരി തുമ്പോളി പള്ളി. എപ്പോഴും തെറ്റിപ്പോകും. അങ്ങോട്ട് നടന്നു ചെന്നോ പ്രാർത്ഥിക്ക്. പ്രാർത്ഥിച്ച വെട്ടം കണ്ടെടുത്ത് വീട്ടില് വിളക്ക് വയ്ക്കുന്നുണ്ട്. കൃഷ്ണേട്ടാ, നമുക്ക് ഈ വഴി അങ്ങ് ഫോട്ടോ വെച്ച് വിട്ടാലോ? ധ്രുവി വരുവോ? ഫോട്ടോ വെച്ച് പോകാൻ വരുവോ? ചുമ്മാ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. വെറുതെ ഇങ്ങനെ കറങ്ങിയെടുക്കാൻ രസല്ലേ? അല്ലേ, രസല്ലേ? ഞങ്ങളങ്ങനെ പൂങ്കാവ് പള്ളിയിൽ എത്തിട്ടോ. ഞങ്ങൾ കയറുന്നൊന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ കൂടെ പാസ് ചെയ്യാണ്. ഞങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു.
ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ തോന്നുന്നില്ല. ഇത് ഏട്ടൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ സ്കൂൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഏട്ടൻ പഠിച്ച സ്കൂൾ കൊടുക്കാം. ഈ കുരിശടി കാണാൻ നല്ല ഭംഗിയല്ലേ? പുതിയതായിട്ട് പണി കഴിപ്പിച്ചാണ് കേട്ടോ. പൂങ്കാവ് പള്ളിയുടെ ഭാഗമായിട്ട് കാണാൻ നല്ല രസമാണ്. ഇടയ്ക്കൊന്ന് ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല, ഒന്നും കാണാൻ വയ്യ. ഒരു ലൈറ്റ് മഴയും കൂടി ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അല്ലേ? എല്ലാവരും ഉറക്കമായി തോന്നുന്നു. ചീത്ത സ്മെല്ലുണ്ട് കേട്ടോ. വണ്ടി പോയിട്ട് സ്മെല്ല്, വണ്ടി പോയിട്ട് മണം. പോയതാണോ വണ്ടി? വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ സ്മെല്ല് ഉണ്ടാവേ. അതാണ് ധ്രുവക്കൂട്ടം പറയണ വണ്ടി പോയ മണം അല്ലേ? വണ്ടി പോയ മണം. നമ്മളെവിടെ പോവാ ധ്രുവി? നല്ല രസമുണ്ട് ഇങ്ങനെ ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. വിഷുവിന്റെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എത്ര JCB ആണെന്ന്, എത്ര JCB ആണെന്നൊക്കെ പറയണു. ധ്രുവക്കുട്ടിന് എല്ലാം അറിയാം അല്ലേ? പറയടി, ധ്രുവക്കുട്ടിന് എല്ലാം അറിയാം. ഇവിടെ കിടക്കുന്ന എന്തുവാ? JCB. ഇത് ഏത് കാറാ പോകുന്നേ? നിന്റെ അച്ഛൻ പാട്ട് പാടുവാ. എന്തോരു വണ്ടിയാ ഏട്ടാ. കളറൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിട്ടാ. പച്ച കളറിലെ വണ്ടി വന്നു വന്ന്. ഇതേത് കളറാ? വൈറ്റ്, വെള്ള പറഞ്ഞേ. വരുന്നു ഗൈസ്, അടിപൊളി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഒരു ബൈ ബൈ പറഞ്ഞേ ധുവി, ഒരു ബൈ ബൈ പറയൂ. ഓ ഇത് കൂടെ ഒങ്ങിപ്പോയി, ചാച്ചി പോയി. ഇനി ഈ കുരിപ്പിന് ഉറക്കണം, ഇത്രയും ഉറക്കം തൂങ്ങി നിന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. എല്ലാവർക്കും ബൈ പറയൂ വിഷ്ണുട്ടാ. ബൈ പറയൂ വിഷ്ണുട്ടാ.